നമസ്കാരം. തർക്കത്തിലുള്ള വഖഫ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് വഖഫ് ബിൽ പരിശോധിക്കുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശം നൽകി കഴിഞ്ഞു. 2005 മുതൽ 2006 കാലഘട്ടത്തിൽ വിവിധ സംസ്ഥാന വഖഫ് ബോർഡുകൾ കമ്മിറ്റികൾ പങ്കുവച്ച വിവരമനുസരിച്ച് അനധികൃത അധിനിവേശത്തിലാണെന്ന് ആരോപിക്കപ്പെടുന്ന സ്വത്തുക്കളെ കുറിച്ച് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങളുടെ അപ്ഡേറ്റും JPC തേടിക്കഴിഞ്ഞിട്ടുണ്ട്. BJP MP ജയതാംബിക പാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. വഖഫിൽ കോൺഗ്രസ് ഇപ്പോഴും രാജ്യദ്രോഹികളുടെ കൂടെയാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതിന്റെ തെളിവുകളാണ് ഇനി പറയാൻ പോകുന്നത്. കോൺഗ്രസ് ഇസ്ലാമിക പാർട്ടിയാണെന്ന് ഒരു യോഗത്തിനിടെ രാഹുൽ അഭിപ്രായപ്പെട്ടതായുള്ള വാർത്ത കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സെൽ തലവൻ നദീബ് ജാവേദറിനെ ഉദ്ധരിച്ച ഉറുദു ദിനപത്രമായ ഇൻഖിലാബ് 2018 ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ഇൻഖിലാബിന്റെ എഡിറ്റർ മുംതാസ് റിസ് പിന്നീട് ഈ വാർത്ത സ്ഥിരീകരിച്ചു. ജാവേദറിന് പതിവ് പോലെ തിരുത്തേണ്ടി വന്നെങ്കിലും വർഷങ്ങളായി കോൺഗ്രസ് പിന്തുടരുന്ന നയങ്ങൾ തീവ്ര ഇസ്ലാമികൾക്ക് വേണ്ടിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാനുമാകില്ല. കാരണം മതമൗലികവാദികൾക്കായി ഹിന്ദു, ബുദ്ധ, ജൈന ധർമ്മം പിന്തുടരുന്നവരെ തമ്മിലടുപ്പിക്കാൻ മാത്രമാണ് കോൺഗ്രസ് എന്നും ശ്രമിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടിയാണോ കേരളത്തിലെ ക്രൈസ്തവരെയും പാർട്ടിയെ പോലും ജനം ഉന്നമിക്കുന്നതെന്ന്, അതായത് കോൺഗ്രസ് ഉന്നമിക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഭാരതത്തിൽ നെഹ്റു കുടുംബം അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഇപ്പോഴത്തെ അവകാശി രാഹുൽ വരെ പിന്തുടർന്ന നയങ്ങൾ മുമ്പ് സൂചിപ്പിച്ച സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകളുമായി ചേർന്ന് RSSനെയും പരിവാർ പ്രസ്ഥാനങ്ങളെയും പൊതുജന മധ്യത്തിൽ പരിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഭാരതത്തെ തീവ്ര ഇസ്ലാമികവാദികൾക്ക് അടിയറ വയ്ക്കാനുള്ള നയങ്ങളാണ് അണിയറയിൽ കോൺഗ്രസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമാണ് വഖഫിലൂടെ ഭാരതം ഇപ്പോൾ നേരിടുന്ന കടുത്ത ഭീഷണിയും വെല്ലുവിളിയും. അമ്മ സോണിയ കോൺഗ്രസിന്റെ പ്രസിഡന്റും രാഹുൽ വൈസ് പ്രസിഡന്റുമായ 2013 ഭാരതത്തിന് ഭീഷണിയായി വഖഫ് ആക്ടിലെ കിരാത ഭേദഗതികൾ രണ്ടാം UPA സർക്കാർ കൂട്ടിച്ചേർക്കുന്നത്. വഖഫ് ആക്ടിലെ ഈ ഭേദഗതികൾ ഭാരതത്തിലെ മറ്റ് സമുദായങ്ങളെ സാമ്പത്തികമായും സാമൂഹ്യമായും അസ്ഥിരപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാനുള്ളതാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ രാഹുൽ ജാതി സെൻസസിനായി നടത്തുന്ന മുറവിളി ശ്രദ്ധിച്ചാൽ കോൺഗ്രസിന്റെ സമാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹിന്ദുക്കളിലെ ജാതികളെ കുറിച്ച് സംസാരിക്കുവാൻ മാത്രമാണ് രാഹുലിന് താല്പര്യം കാണിക്കുന്നത്. വിവിധ ജാതിഭാഗങ്ങളുടെ ഉന്നമനമാണ് ലക്ഷ്യമെങ്കിൽ മുസ്ലിം, ക്രൈസ്തവ, സിഖ് തുടങ്ങിയ മറ്റ് മതവിഭാഗങ്ങളെ ജാതികളുടെ ഉന്നമനത്തെക്കുറിച്ച് അദ്ദേഹം ഒരക്ഷരം പോലും പാർലമെന്റിലോ പൊതുസമൂഹത്തിലോ വേണ്ടിയിട്ടില്ല. തർക്കത്തിലുള്ള വഖഫ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് വഖഫ് ഭേദഗതി ബിൽ പരിശോധിക്കുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശം നൽകി കഴിഞ്ഞു. എന്നിട്ടും രാഹുൽ ഗാന്ധി ഇത് കൂടുതൽ പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും അതിനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും വഖഫ് ബില്ല് പാർലമെന്റിന്റെ മേശപ്പുറത്ത് എത്തരുത് എന്ന് രാഹുലിന് ഒരു നിർദ്ദേശം ഉണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയിൽ നിന്നടക്കം, പല മുസ്ലിം തീവ്രവാദങ്ങളിൽ നിന്നടക്കം, പാകിസ്ഥാനിൽ നിന്നടക്കം രാഹുലിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ വഖഫിന്റെ ബില്ല് വരുമ്പോൾ ഒഴിഞ്ഞുമാറി കളിക്കുന്നത്.